നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ മൺസൂൺ ബമ്പർ BR 110 നറുക്കെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. 10 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ഉൾപ്പെടെയുള്ള വിജയികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫലം വന്ന ഉടനെ പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. ടിക്കറ്റ് നമ്പർ ഒരിക്കൽ മാത്രം നോക്കും. പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ടിക്കറ്റ് മാറ്റിവെക്കും. പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യം, ബമ്പർ ലോട്ടറിയിൽ ഒന്നാം സമ്മാനം മാത്രമല്ല, 2ഉം 3ഉം സമ്മാനങ്ങൾ, സമാശ്വാസ സമ്മാനങ്ങൾ, മറ്റ് നിരവധി സമ്മാന വിഭാഗങ്ങളുണ്ടെന്നാണ്. അതിനാൽ മുഴുവൻ ഫലപട്ടികയും പരിശോധിച്ച ശേഷമേ ടിക്കറ്റ് മാറ്റിവെക്കാവൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോട്ടറി ഫലം പരിശോധിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളോ എഡിറ്റ് ചെയ്ത ലിസ്റ്റുകളോ മാത്രം വിശ്വസിക്കരുത്. ഔദ്യോഗികമായി കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ഫലപട്ടികയുമായി നിങ്ങളുടെ ടിക്കറ്റ് നമ്പർ ഒന്നുകൂടി ഒത്തുനോക്കുക. സീരീസും നമ്പരും രണ്ടും കൃത്യമായി പൊരുത്തപ്പെടണം. ഒരു അക്കമോ അക്ഷരമോ മാറിയാൽ അത് വിജയ ടിക്കറ്റായി പരിഗണിക്കില്ല. ഇനി ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, 10 കോടി രൂപയുടെ സമ്മാനം കിട്ടിയെന്ന് അറിയുന്ന നിമിഷം എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ആ സന്തോഷത്തിൽ ഒരു കാര്യം മറക്കരുത്. ടിക്കറ്റിൻ്റെ പിൻവശത്ത് ഉടമയുടെ പേര്, വിലാസം എന്നിവ ഉടൻ എഴുതി വയ്ക്കുക. കാരണം ടിക്കറ്റ് തന്നെയാണ് നിങ്ങളുടെ ഉടമസ്ഥാവകാശ രേഖ. ടിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പിന്നീട് തെളിയിക്കുക വളരെ ബുദ്ധിമുട്ടാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ സമ്മാനങ്ങൾ ലഭിക്കുന്നവർ പലപ്പോഴും ആവേശത്തിൽ എല്ലാവരെയും വിളിച്ച് പറയുകയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ട്. അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം പിന്നീട് അനാവശ്യ ഫോൺ കോളുകളും സാമ്പത്തിക ആവശ്യങ്ങളും തട്ടിപ്പുകളും നേരിടേണ്ട സാഹചര്യമുണ്ടാകും. ആദ്യം ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കുക. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, 10 കോടി മുഴുവൻ കയ്യിൽ കിട്ടുമോ? ഉത്തരം ഇല്ല. നിയമപ്രകാരം വരുമാന നികുതിയും മറ്റ് ബാധകമായ കുറവുകളും കിഴിച്ച ശേഷമാണ് സമ്മാനത്തുക ലഭിക്കുക. അതുകൊണ്ട് പ്രഖ്യാപിക്കുന്ന തുകയും കയ്യിൽ ലഭിക്കുന്ന തുകയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. സമ്മാനം ലഭിച്ചാൽ എന്തൊക്കെ രേഖകൾ ആവശ്യമായി വരും? വിജയ ടിക്കറ്റിൻ്റെ ഒറിജിനൽ, തിരിച്ചറിയൽ രേഖ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, മറ്റ് ഭാഗ്യക്കുറി വകുപ്പ് ആവശ്യപ്പെടുന്ന രേഖകളും സമർപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ടിക്കറ്റ് നന്നായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിനാൽ വീണ്ടും ഓർമ്മിപ്പിക്കാം, മൺസൂൺ ബമ്പർ ഫലം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം മാത്രം നോക്കി ടിക്കറ്റ് മാറ്റിവെക്കരുത്. മുഴുവൻ സമ്മാന പട്ടികയും പരിശോധിക്കുക. ടിക്കറ്റ് സുരക്ഷിതമായി സൂക്ഷിക്കുക. സോഷ്യൽ മീഡിയയിൽ വരുന്ന വ്യാജ ഫലങ്ങൾ വിശ്വസിക്കാതെ മറ്റ് ഔദ്യോഗിക ഫലങ്ങൾ മാത്രം വിശ്വസിക്കുക. ഇത്തവണ 10 കോടിയുടെ ഒന്നാം സമ്മാനം നേടിയത് ടിക്കറ്റ് നമ്പർ MC 576896 ആണ്. വിജയ ടിക്കറ്റ് വിറ്റത് പാലക്കാട് ജില്ലയിലാണ്. വിജയിക്ക് നിയമപ്രകാരമുള്ള നികുതി കിഴിവുകൾക്ക് ശേഷമായിരിക്കും സമ്മാനത്തുക ലഭിക്കുക. അവസാനമായി ഒരു കാര്യം, ലോട്ടറി അടിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഭാഗ്യമായിരിക്കാം. പക്ഷേ വലിയ തുക ലഭിച്ചാൽ അതിനൊപ്പം വലിയ ഉത്തരവാദിത്വവും എത്തും. പലരും ആവേശത്തിൽ തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയോ അനാവശ്യ ചെലവുകൾ നടത്തുകയോ പരിചയമില്ലാത്ത ആളുകളുടെ വാക്ക് കേട്ട് പണം നിക്ഷേപിക്കുകയോ ചെയ്യാറുണ്ട്. ചിലർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വലിയൊരു സമ്മാനം ലഭിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ആഘോഷമല്ല, ശാന്തമായി ചിന്തിച്ച് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടി ഭാവി സുരക്ഷിതമാക്കുകയാണ്. കാരണം ഭാഗ്യം ഒരിക്കൽ വാതിൽ തട്ടിയേക്കാം, പക്ഷേ ആ ഭാഗ്യം ജീവിതം മുഴുവൻ നിലനിർത്തുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. നന്ദി.